ഇതെന്ത് ജീവിതം ഇത്? നിങ്ങളെന്തൊന്ന് ഭാവിച്ചേക്കണേ? ഇതിൻ്റെ ഉള്ളിൽ തന്നെ അടച്ചിടാനാണോ നിങ്ങളുടെ ഉദ്ദേശം? നീ എന്തിനിങ്ങനെ കഷ്ടപ്പെടണേ? നീ കഷ്ടപ്പെടുന്നത് കാണുന്നത് തന്നെ എനിക്കിഷ്ടല്ല. നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ വാങ്ങിത്തരില്ലേ? എന്നെ പോലുള്ള പെണ്ണുങ്ങൾ പുറത്ത് പോയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. എനിക്ക് മാത്രം എന്തത്ര പ്രശ്നം? നിനക്ക് എന്ത് ഇവിടെ ഇത്ര കുറവ്? ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങിച്ചു തരുന്നില്ലേ? നിനക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം വാങ്ങിച്ചു തരുന്നില്ലേ? നിന്നെ സ്നേഹിക്കുന്നില്ല ഞാൻ? ഇന്നെല്ലാം കുടിക്കലും മാത്രമല്ല ജീവിതം, ആവശ്യത്തിന് സ്വാതന്ത്ര്യം വേണം. രാവിലെ തന്നെ തുടങ്ങിയ രണ്ടാളും. അമ്മേ, ഇവളീ പറയുന്നത് കേട്ടാ? അമ്മ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഈ 4 ചുവരിൻ്റെ ഉള്ളിൽ കിടക്കാൻ തന്നെയാ എൻ്റെ വിധി. അമ്മ ഇത് നോക്ക്, ഞാൻ ഇവളെ സ്നേഹിക്കുന്നില്ലേ? ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. मेरे नैना ചേട്ടാ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അകലെ ഗർക്കോ ജാനാ? ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോയിട്ട് എന്തിനാടാ? അത്രയും നാളത്തെ ശമ്പളം പോയില്ലേ? ശമ്പളം മാത്രം മതിയോ ചേട്ടാ? ഹാപ്പി വേണ്ടേ? ഹാപ്പി അടുത്ത ആഴ്ചയല്ലേ, നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞത് എന്തായി? എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട്. മോൾക്ക് എന്താ ആവശ്യം? ഞാൻ വാങ്ങിച്ചുകൊണ്ട് തരാന്നേ. ഞാൻ തന്നെ പോയിട്ട് മേടിച്ചോളാന്ന്. പോയിക്കോട്ടെ ചേട്ടാ, പോയി നടന്നു വരട്ടെ. എടാ ബായി, അതിൻ്റെ ആവശ്യമില്ല, എല്ലാം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാൻ ഞാനില്ലേ. ചേച്ചി, ചേട്ടന് ഇഷ്ടം കൂടിയിട്ട്. ബംഗാളി ആണെങ്കിലും നിനക്ക് ബുദ്ധിയുണ്ട്. കേക്കടി. ഇതിനെ ഇഷ്ടം എന്നല്ല പറയാതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അയ്യോ ചേച്ചി പാവം. ഡാ, അതിനേക്കാ പാവടാ ഞാൻ. മോള് വിഷമിക്കണ്ട. ഇതിനെന്തോ പേര് പറയില്ലേ ഇപ്പോഴത്തെ പിള്ളേര്? കെയറിങ്. അതാ ഒരു കെയറിങ് മനുഷ്യന് ഇടം വല്ലം തിരിയാൻ സമ്മതിക്കില്ല. കെയറിങ് എന്നല്ല പറയാ, സംശയ എൻ്റെ മോനാ. അവനിഷ്ടം കൊണ്ടുള്ള കെയറിങ് ആന്നേ, കെയറിങ്. ഇന്ന് നമുക്ക് ഹോട്ടലിൽ പോയിട്ട് നല്ലൊരു ബിരിയാണി കഴിക്കണം. സന്തോഷമായില്ലേ നിനക്ക്? ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന കാര്യമല്ലേ അത്? പിന്നെ ഒരു സർപ്രൈസ് കൂടി ഉണ്ട്. നിനക്ക് ഞാനൊരു കമ്മലൂടി വാങ്ങാൻ പോണു. ഇപ്പം മനസ്സിലായില്ലേ എൻ്റെ സ്നേഹം? ഇതാ ഞാൻ പുറത്ത് പോണെന്ന് പറയണത്. ചേട്ടനുണ്ടെങ്കിലേ ഇതൊന്നും വാങ്ങാൻ സമ്മതിക്കില്ല. ഇനിയിപ്പോ ഇതൊക്കെ വാങ്ങിയതിന് അവൻ എന്തെങ്കിലും പറയുമോന്നാ എൻ്റെ പേടി. മോളെ, പുറത്തു പോയിട്ട് എന്തൊക്കെ ഉണ്ടായി? നിങ്ങളിവിടെ നിപ്പുണ്ടായ? പറ, പുറത്തുപോയ വിശേഷങ്ങൾ കേൾക്കട്ടെ. പ്രത്യേകിച്ച് എന്താ, ഞാൻ ടൗണിലേക്ക് പോയി കുറെ സാധനങ്ങൾ വാങ്ങി തിരിച്ചു വന്നു, അത്രേ ഉള്ളൂ. മോളെന്നോട് നുണ പറയണ്. നീ ടൗണിൽ വെച്ച് ശിവദാസിനെ കണ്ടില്ലേ? മുഖത്ത് നോക്കി ചിരിച്ചില്ലേ? പരിചയമുള്ള ഒരാളെ കണ്ടാലേ നമ്മൾ മുഖത്ത് നോക്കി ചിരിക്കില്ലേ? അതിനിപ്പം എന്താ? അവരൊക്കെ മോശം ആൾക്കാരാ. കുടിയും വലിയും എല്ലാം ഉണ്ട്. ഇതാ പറഞ്ഞ ഒറ്റയ്ക്ക് പോകരുതെന്ന്. കെയറിങ് കഴിഞ്ഞില്ല. നീ ഡ്രസ്സ് എടുക്കാൻ കയറിയ കടയിൽ മനോജിനെ കണ്ടില്ലേ? എന്താ അവനോട് പറഞ്ഞേ? ആളെന്നോട് സുഖാണെന്ന് വെച്ചപ്പോൾ ഞാൻ സുഖാന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. സുഖം, അതിനൊരുപാട് അർത്ഥമുണ്ട്. അവൻ ഏതർത്ഥത്തിലാ മോളോട് പറഞ്ഞേ? ഇതാ ഞാൻ പറഞ്ഞ പുറത്തോട്ടൊന്നും പോകരുതെന്ന് ഒറ്റയ്ക്ക്. കണ്ട, ഇതാ കെയറിങ്. എനിക്ക് മോളോട്ടും സംശയമില്ല. പക്ഷെ ശ്രദ്ധിക്കണം. നാളെ മുതൽ മോള് ഏട്ടൻ്റെ കൂടെ മാത്രം പുറത്തു പോയാൽ മതി. എൻ്റെ മോനായോണ്ട് പറയല്ല, ഇവൻ നിന്റെ ഭാഗ്യം. എന്താ ബായി? ചേട്ടാ, മറ്റന്നാണ് ട്രെയിൻ.
ആ നിനക്ക് തരാനുള്ള കാശ് ഞാൻ ഗൂഗിൾ പേ ചെയ്യാം. ചേട്ടാ ഇനി വരണ ഒരു മാസം ശമ്പളം കൂടി തരണം. ചെലവ് കൂടെയാണ് ചേട്ടാ. എന്താണാ നിന്റെ മുഖത്ത് ഇത്ര സന്തോഷം? സന്തോഷിക്കാൻ ഓരോരോ കാരണങ്ങളില്ല ചേട്ടാ. ചേട്ടൻ്റെ അനുഗ്രഹം വേണം. നീ ഗുരുത്തുള്ളവനാ, നീ നന്നായി വരും. മോളെ മോളെ രാവിലെ തന്നെ എവിടെ പോയി കിടക്കണ് മോളെ? എടീ എടിയേ, ഇവിടെ ഒന്നും കാണാനില്ല അവളെ. അമ്മേ അമ്മേ അവളെന്തേ? അവളിവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അവളെ കാണുന്നില്ല. മോളെ അടുക്കളയിലും ബാത്റൂമിലും ഒന്നും ഇല്ലല്ലോ. അവളിവിടെ കാണാനില്ലല്ലോ. അവളിവിടെ കാണാനില്ല. അവളെവിടെ പോയാവോ? ഇതൊരു കത്താണല്ലോ. പ്രിയപ്പെട്ട ഏട്ടന്, ഞാൻ പോവുകയാണ്. നമ്മുടെ പറമ്പിലെ പണിക്കാരനായ കിഷൻ ചേട്ടനുമായിട്ടാണ് ഞാൻ പോകുന്നത്. ചേട്ടനെ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതെനിക്ക് താങ്ങാൻ കഴിയുന്നില്ല ചേട്ടാ. ഞാൻ സങ്കടപ്പെടുമ്പോൾ എന്നും എന്നെ സമാധാനിപ്പിക്കുന്നത് എൻ്റെ കിഷൻ ചേട്ടനാണ്. കിഷൻ ചേട്ടൻ ഒരു പാവമാണ് ചേട്ടാ. അമ്മേ എന്തുമാത്രം ഞാൻ അവളെ കെയർ ചെയ്ത അമ്മേ. എന്നിട്ട് അവൾ എന്നോട് ഇത് ചെയ്തല്ലോ അമ്മേ. ചേട്ടാ മാപ്പ് തരണം ചേട്ടാ. ചേട്ടൻ വല്ലാത്ത കെയറിങ് ഇല്ലേ ചേട്ടാ. ചേട്ടൻ കെയറിങ് കൊടുത്തപ്പോൾ ഞാൻ ലവ് കൊടുത്തു. ചേട്ടാ മൈ ഗാവുക്ക് ജാറേ. ചേട്ടനെ ഞാൻ ഒരിക്കലും മറക്കില്ല. നന്ദി ചേട്ടാ. എന്താണാ നിന്റെ മുഖത്ത് ഇത്ര സന്തോഷം? സന്തോഷിക്കാൻ ഓരോരോ കാരണങ്ങളില്ല ചേട്ടാ. ചേട്ടൻ്റെ അനുഗ്രഹം വേണം. നീ ഗുരുത്തുള്ളവനാ, നീ നന്നായി വരും.